അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വന്ധ്യംകരണത്തിനെത്തിക്കുന്ന തെരുവ് നായ്ക്കൾ തകർന്ന കൂടുകളിൽ നിന്ന് ചാടിപ്പോവുകയാണെന്ന് ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ആരോപിച്ചു. പുതിയ കൂടിനു വേണ്ടി ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിട്ടും നടപടിയില്ലെന്നും വകുപ്പ് അധികൃതർ കൂട്ടിച്ചേർത്തു. ഒറ്റപ്പാലം വെറ്ററിനറി പോളിക്ലിനിക്കിൽ ABC പദ്ധതിക്ക് എത്തിക്കുന്ന നായ്ക്കളാണ് ചാടിപ്പോകുന്ന സാഹചര്യമുള്ളത്. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒറ്റപ്പാലത്തു തന്നെ വിടുന്നുവെന്ന് നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവി ആരോപിച്ചു. ഇതിനു മറുപടി പറയുകയായിരുന്നു വെറ്റിനറി ഡോക്ടർ. ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ തെരുവു നായ്ക്കളെ ABC പ്രോഗ്രാമിന് വിധേയരാക്കുന്നത് ഒറ്റപ്പാലത്ത് വെച്ചാണ്. ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുന്ന നായ്ക്കൾ പലപ്പോഴും കൂടുകളിൽ നിന്നു നഗരത്തിലേക്ക് ചാടിപ്പോകുന്ന സാഹചര്യമാണ്. ഇത് ഒറ്റപ്പാലം നഗരത്തിൽ തെരുവുനായ ശല്യം ഇരട്ടിയാക്കുന്നതിന് വഴിയൊരുക്കുന്നതായാണ് ആക്ഷേപം. ഒരു മാസം 120 നായ്ക്കളെയാണ് ABC പ്രോഗ്രാമിന് വിധേയരാക്കുന്നത്. പുതിയ കൂടുകൾ വാങ്ങാൻ പലതവണ ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമില്ലെന്ന് ഡോക്ടർ വിശദീകരിച്ചു. 10 പുതിയ കൂടുകളാണ് ആവശ്യം. ഇതിന് 2.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. അതേസമയം അടിയന്തരമായി പുതിയ കൂടുകൾ ലഭ്യമാക്കുന്നതിന് ഇടപെടുമെന്ന് കെ പ്രേംകുമാർ MLA അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ശാസ്തകുമാർ, K ഗംഗാധരൻ, തഹസിൽദാർ CM അബ്ദുൾ മജീദ്, ഭൂരേഖ തഹസിൽദാർ M സന്ദീപ് എന്നിവർ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.